പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് പറഞ്ഞതനുസരിച്ച് മാളവിക ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. നയന വരച്ച ഡിസൈനുമായിട്ടാണ് മാളവിക പോകുന്നത്. ആ ഒരു സമയത്ത് നയന പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വളരെയധികം ഉറക്കൊഴിച്ചിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഡിസൈനാണ്. ആ ഒരു ഡിസൈൻ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയില്ല. കാരണം അവരുടെ ജ്വല്ലറിയിൽ അതുപോലുള്ള ഒരു ഡിസൈൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ ജ്വല്ലറിയിൽ വന്ന ഡിസൈനുകളൊക്കെ കുറിച്ച് പഠിച്ചതിന് ശേഷം വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതെന്തായാലും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല, അതെനിക്ക് 100% ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്, നീ വരച്ച ഡിസൈൻ ആരും ഇഷ്ടപ്പെടാതിരിക്കില്ല. പക്ഷേ എനിക്ക് നേരിയൊരു ഭയം ഉണ്ട്. ആ ഡിസൈൻ അവരിഷ്ടപ്പെട്ട് അവരെ ആ മാളവികയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ കൊടുക്കുന്ന ആ ഒരു ശമ്പളത്തിൻ്റെയും ആ ഒരു പൈസയുടെയും തോതനുസരിച്ച് നമ്മളെ ചതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവളിനി നമ്മളെ ചതിക്കോ? കാരണം പണം കണ്ടാൽ മറയുന്നവരാണല്ലോ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരാളെയും വിശ്വസിക്കാൻ വയ്യ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തായാലും കാര്യങ്ങൾ സ്മൂത്തായി പോകുന്നത് വരെ ടെൻഷൻ അടിച്ചല്ലേ പറ്റുകയുള്ളൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടപ്പോൾ നാനയും പറയുന്നുണ്ട്, ആ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ നന്ദുവിൻ്റെയും ഹെൽപ്പ് നമുക്കുണ്ടല്ലോ. അതിനെക്കൊണ്ട് എങ്ങാനും വാല് പൊക്കാൻ നോക്കിയാൽ നന്ദുവിനെ കൊണ്ട് നമുക്ക് നല്ല പണി അവൾക്ക് കൊടുക്കാം. എന്തായാലും അതൊന്നും ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം അതിനേക്കാളും വലിയ പണം നമുക്ക് ഓഫർ ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് നയന. എന്തായാലും കുറച്ച് നഷ്ടങ്ങൾ ആദ്യം നമ്മൾ സഹിച്ചേ പറ്റുകയുള്ളൂ, അല്ലാതെ ഒന്നും ശരിയാവില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു നയന പറഞ്ഞത് കേട്ട ആ ഒരു ചെറിയൊരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അവർ നമ്മുടെ ആദർശം നയനയും മനസ്സിൽ കണ്ട ആ ഒരു കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ജ്വല്ലറിയിൽ ചെന്ന ശേഷം അവർക്ക് ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുകയും അവളെ മെയിൻ ഡിസൈനറാക്കി നിയമിക്കുകയും ആ ഒരു ഓഫീസിലെ ഏറ്റവും ഉയർന്ന ശമ്പളക്കാരിയായിട്ട് നിയമിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. കാരണം അവന്തികയ്ക്കും അതുപോലെ നാഗേന്ദ്രനും ഒക്കെ അവൾ വരച്ച ഡിസൈനാണെന്ന് കരുതിയിട്ട് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ഇതുപോലൊരു ഡിസൈനർ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായാൽ നമുക്ക് വലിയ നേട്ടം തന്നെ നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം തന്നെ സംഭവിക്കാൻ പോവുകയാണ്. പക്ഷേ നയനയാണ് ഇത് വരയ്ക്കുന്നത് എന്നും നയന വരച്ചാലേ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയും ബുദ്ധിയും ഒന്നും നമ്മുടെ മാളവികയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവരെ ചതിക്കുകയാണെന്നറിഞ്ഞാൽ പിന്നീട് നയന എന്തായാലും ഇത് വരച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. പക്ഷേ ആ ബുദ്ധിയൊന്നും അവളിലേക്ക് പോകാതെ താൽക്കാലിക ആ ഒരു പണം കിട്ടിയതിൽ കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ് മാളവിക. അങ്ങനെ അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ആദർശം നയനയും അന്വേഷിക്കുന്ന സമയത്ത് തെറ്റായ ഇൻഫർമേഷൻസ് ആയിരുന്നു നമ്മുടെ മാളവിക കൊടുത്തുകൊണ്ടിരുന്നത്. ശരിയായ രീതിയിലുള്ള ഒരു കാര്യവും മാളവിക അവരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ചിന്തിക്കുന്നത്, എന്തായാലും ഇവിടെ നിന്ന് ശരിയായ ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സത്യവും കണ്ടെത്തി എനിക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വരും. പക്ഷേ പോകുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് പണമൊക്കെ ഇവിടെ നിന്ന് സമ്പാദിച്ചേ പറ്റുകയുള്ളൂ. അതിന് തൽക്കാലം ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ച് നിന്നേ പറ്റൂ എന്നൊക്കെ മാളവിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ നടക്കാത്ത കാര്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആദർശം നയനയും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എല്ലാം നമ്മുടെ മാളവിക പോയിട്ട് കുറച്ചായി, പക്ഷേ ഇതുവരെ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു തെളിവോ അവിടെയുള്ള തലപ്പത്തിരിക്കുന്ന ആൾ ആരാണോ എന്നുള്ളതൊന്നും അവൾ പറഞ്ഞു തന്നിട്ടില്ല. ഇനി അവൾ നമ്മൾ വിചാരിച്ചതുപോലെ ചതിക്കുകയാണോ, ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോയി അവിടുത്തെ പൈസ മുഴുവൻ കൈക്കലാക്കാനാണോ പ്ലാനിങ് എന്നുള്ള ആ ഒരു ചിന്ത അവരിലേക്ക് വരികയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതായിരിക്കും ആദർശേട്ടാ, ഇപ്പോൾ എന്തായാലും പണം കണ്ടിട്ട് മയങ്ങാത്തവരാരും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നതും അത് തന്നെയാണ്. കഴിയുന്ന പരമാവധി നീട്ടിക്കൊണ്ട് പോയാൽ അവൾക്ക് അവരുടെ ശമ്പളം പറ്റി കൂടുതൽ കാലം നിന്നിട്ട് പണം കൈക്കലാക്കാൻ സാധിക്കുകയല്ലോ. ആ ഒരു ഉദ്ദേശമാണ് അവളിലുള്ളത്. അതുറപ്പായി കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നീ അവളെ ഒന്ന് പോയി കാണ്. ഞാൻ എന്തായാലും പോയി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചാൽ പിന്നെ അത് വകുപ്പ് മാറുകയും അവൾ കേസ് കൊടുത്താൽ ഞാൻ കുടുങ്ങുകയും ചെയ്യും. പക്ഷെ അതിനൊന്നും നിൽക്കാനുള്ള സമയമില്ല. എന്തായാലും എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നേ പറ്റുകയുള്ളൂ. ജ്വല്ലറിയിലെ നമ്മുടെ പ്രധാന ശത്രു ആരാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് മുത്തശ്ശൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കണം. അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ആകെ വഷളാകും. അതിനെക്കൊണ്ട് നീ തന്നെ അവളുടെ അടുത്ത് ചെന്ന് അന്വേഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കല്യാണിയും കിരണും അവരുടെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും പ്ലാനൊക്കെ വരയ്ക്കാനായിട്ട് കൂടിയതാണല്ലോ, അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് തന്നെ അന്വേഷിക്കാം അവൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടണമല്ലോ, അവർ തന്നെ ചെന്ന് നോക്കട്ടെ, നമുക്ക് അവരോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നയന ഇക്കാര്യത്തെക്കുറിച്ച് കല്യാണിയോട് സംസാരിക്കുകയും അവർ ചെന്ന് അവിടെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ മാളവിക ആദർശിന് കാര്യമായിട്ടുള്ള ഒരു കാര്യവും അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവളുടെ നയന വരച്ച ഡിസൈനൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് പണം തട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആദർശിന് കഴിയുന്നത്ര നീണ്ടു പോയിട്ട് പണമെല്ലാം കൈക്കലാക്കിയിട്ട് മെല്ലെ ഇവിടുന്ന് സ്ഥലം വിടാം എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് മാളവികയുടെ മനസ്സിലുള്ളത് എന്നുള്ള വിവരം നമ്മുടെ കല്യാണിയും കിരണും കണ്ടെത്തിയിട്ട് നയനയോടും ആദർശിനോടും പറയുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ മാളവികയെ വിളിച്ച് വരുത്തുന്നുണ്ട് നയന. എന്നിട്ട് നീ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? നീ ദിവസങ്ങൾ നീട്ടി കൊണ്ടുപോവുകയാണല്ലോ, ഞാൻ വരച്ച ഡിസൈനും വെച്ച് നീ അവിടെ ജീവിക്കുകയാണോ? അവിടുത്തെ പണങ്ങളൊക്കെ കൈക്കലാക്കിയിട്ട് എന്താ നിൻ്റെ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഒരു ഡിസൈൻ പോലും നിനക്ക് ഞാൻ വരച്ച് തരത്തില്ല, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നീ കള്ളത്തരം പറഞ്ഞിട്ട് ജ്വല്ലറിയിൽ കയറിയതാണെന്നുള്ളത് ഞങ്ങൾക്ക് തെളിയിക്കാനുള്ള തെളിവുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ജ്വല്ലറിക്കാരെ അറിയിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മാളവികയെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് നയന. ഒടുവിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഭീഷണിയുടെ ആ ഒരു സ്ഥലത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ മാളവിക പേടിച്ച് വിറച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് ജ്വല്ലറിയിലിൻ്റെ പടി പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് നയന.